എലീം യൂത്ത് ബൈബിൾ ക്ലാസ്സിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ള വിഷയമാണ് പഠിച്ചത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ സ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ നമ്മളുടെ സഭകളിലും ദേവദാസന്മാരിലൂടെയും കേട്ടിട്ടുള്ളത് പരിശുദ്ധാത്മ അഭിഷേകമെന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഭാഷയാണ്. ഈ 3 ക്ലാസ്സുകൾ കഴിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അതിനെ അടുത്തറിയുവാനും ഇടയായി എന്ന്. ഞാനും നിങ്ങളോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ക്ലാസ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാനും നിങ്ങളുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ആദ്യ കാലങ്ങളിലൊക്കെ ഞാനും വിചാരിച്ചിരുന്നത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷ പറയുന്നു, അതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം, വേറെ ഒന്നുമല്ല, അതേക്കുറിച്ച് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് അറിയാം, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്കും പലർക്കും അതേ നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഗഹനമായിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും ശ്രമിച്ചപ്പോഴാണ് ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാ, എത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്ന് അറിയുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിന് 4ാം ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പിന്നീട് ചിന്തിക്കുവാനായി മാറ്റിവെച്ച ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നതിന്റെ ആവശ്യമെന്ത്? എന്തിനു വേണ്ടിയാണ് നാം പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടേണ്ടത്? അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു വിഷയമാണോ എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 2 പ്രിയപ്പെട്ടവർ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതുപോലെ ഇന്നും ഞാൻ ഒരു അവസരം തരികയാണ്. പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലും ഈ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ ഉള്ള ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുവാൻ അവസരമാണ്. മാത്രമല്ല, നിങ്ങൾ ഈ കേട്ടതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പടി കൂടെ മുൻപോട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു വെളിപ്പാടോ അല്ലെങ്കിൽ ഒരു ബോധ്യമോ ഉണ്ടായെങ്കിൽ അത് പങ്കുവയ്ക്കുവാനും ഉള്ള ഒരു സമയമായിട്ട് ഞാൻ കുറച്ച് സമയം വേർതിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കർത്താവ് എല്ലാം കാത്തു സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നതിന്റെ ആവശ്യമെന്ത്? വാട്ട് ഈസ് ദ നീഡ് ഓർ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ബീങ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ട് നിത്യജീവന അവകാശികളായി കഴിഞ്ഞു. കർത്താവിന്റെ കൽപ്പനയാകുന്ന ജലത്തിലുള്ള സ്നാനം സ്വീകരിച്ച് കഴിഞ്ഞു. പിന്നീട് വേർപാടിലും വിശുദ്ധിയിലും ജീവിച്ചാൽ നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കുമല്ലോ, ജയിക്കുന്നവരാകുവാൻ സാധിക്കുമല്ലോ. പിന്നെ എന്തിനാണ് വീണ്ടും ഒരു അനുഭവം കൂടെ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണം? കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവല്ലോ, അവൻ നമ്മളെ വഴി നടത്തുന്നുവല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുവാൻ എന്നോട് അനേകം പേർ ചോദിച്ച ചോദ്യങ്ങളാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിന്റെ ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ടു റിസീവ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്? നമുക്കിന്ന് വിശുദ്ധ വചനത്തിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെ അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പോലെ അതിൽ ഒന്നാമത്തെ ഒരു കാരണം, ബിക്കോസ് ഇറ്റ് ഈസ് ബിബ്ലിക്കൽ ആൻഡ് ദി പ്രോമിസ് ഓഫ് ദ ഫാദർ. ഇത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാണ്, വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളതാണ്. മാത്രമല്ല, അത് പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തം, ഗിഫ്റ്റ്, പ്രോമിസ് എന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അതിനാൽ നമുക്ക് ഇത് ഏൽക്കുന്നത് ആവശ്യമാണ്. ആരെങ്കിലും നമ്മളുടെ പിതാവ്, നമ്മളുടെ അപ്പൻ നമ്മൾക്കൊരു നല്ല മനോഹരമായ, നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വെച്ച് നീട്ടുമ്പോൾ നമ്മൾ ആരെങ്കിലും അതിനെ വേണ്ട എന്ന് പറയുമോ? നമ്മൾ അത് ഭയങ്കര സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ പിതാവിനെ ഒരു നന്ദി പറഞ്ഞ് പിതാവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയെ കൊടുത്ത് സന്തോഷിക്കും അല്ലേ? എല്ലാവരും കൂടെ കുടുംബം ഒന്നായിട്ട് സന്തോഷിക്കും. അപ്പോൾ അതേ കാര്യമാണ് ഇവിടെയും. ഇത് പിതാവിന്റെ വാഗ്ദത്തമാണ്, പിതാവിന്റെ പ്രോമിസ് ആണ്. നമ്മളുടെ മുമ്പിൽ പിതാവ് നീട്ടിത്തരുന്നതായ ഒരു വലിയ ഗിഫ്റ്റാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് നമ്മൾ പിതാവിൽ നിന്ന് അത് സന്തോഷത്തോടെ സ്വീകരിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നമ്മൾ സന്തോഷിച്ച് ആനന്ദിച്ച് ബലപ്പെട്ട്
നാം മുന്നോട്ട് നമ്മുടെ വിശ്വാസ ജീവിതം ജീവിക്കുവാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നു. അതിനാൽ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം നാം ഏൽക്കുന്നത് വളരെ നല്ലതാണ്, വളരെ അനുഗ്രഹകരമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കട്ടെ. സെക്കൻഡ്, ഞാൻ എഴുതുന്നതൊക്കെ ഞാൻ ഈ വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഉയർന്നു വന്ന ചിന്തകളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ സൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആരാണ് പരിശുദ്ധാത്മാവിൽ നമ്മെ സ്നാനപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുകയുണ്ടായി. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. അതെങ്ങനെയാണ് അറിയുന്നത്? സ്നാപക യോഹന്നാനെ പിതാവ് യോർദാനിൽ സ്നാനപ്പെടുത്തുവാൻ അയച്ചപ്പോൾ ഇപ്രകാരം പറയുന്നേ, എന്നെ ജലത്തിൽ സ്നാനപ്പെടുത്തുവാൻ അയച്ചവൻ എന്നോട് പറഞ്ഞത്, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. അപ്പോൾ who is the baptizer of the baptism in the Holy Spirit? None other than Christ Jesus. സ്തോത്രം. എന്നോട് ഇടയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു സഹോദരൻ ചോദിച്ച ചോദ്യമാണ്, യേശു ആരെയെങ്കിലും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തിയതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ തെളിവുണ്ടോ, രേഖയുണ്ടോ? ഒരുപക്ഷെ നിങ്ങളിലും ചിലർക്ക് ആ സംശയം വന്നു കാണും. എന്താണ് അതിന്റെ ഉത്തരം? വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൽ അനേകർ, ആയിരങ്ങൾ സ്നാനമേറ്റതായിട്ട് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാട് ലഭിച്ചിട്ട് യേശുവാണ് പരിശുദ്ധാത്മാവിൽ ഒരു വിശ്വാസിയെ സ്നാനപ്പെടുത്തുന്നതെന്ന് വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഈ 1000-10,000 പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടതായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ അത് ആരാണ് ചെയ്തത്? Who was the baptizer? It was none other than Christ Jesus. ചിലർ നമ്മളെ കുഴയ്ക്കുവാനായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ മറുപടി കൊടുക്കണം. ഒരിക്കലും നമ്മളുടെ സ്വന്തത്തിൽ നിന്ന് നമ്മൾ മറുപടി കൊടുക്കുവാൻ ശ്രമിക്കരുത്. സ്തോത്രം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന, പിതാവിൽ നിന്ന് നമുക്ക് നൽകുന്ന ഒരു വലിയ ഗിഫ്റ്റാണ്, ഒരു വലിയ ദാനമാണ്, ഒരു വലിയ പ്രോമിസ് ആണ്, വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. ആ ഭാഗം നിങ്ങൾ കണ്ടു കാണുമല്ലോ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ നേരത്തെ 1-ാമത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ 1-ാമത്തെ ക്ലാസ്സിൽ ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട്, വൈ ടു ബി എംപവേർഡ് by the power from above to be witness of Jesus. ഇത് ആക്ട്സ് 1:8 പറയുന്നു, but you shall receive power when the Holy Spirit has come upon you, and you shall be witness to me in Jerusalem and in all Judea and Samaria and to the end of the world. കർത്താവ് സുവിശേഷീകരണത്തെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആരാണ് സുവിശേഷം അറിയിക്കേണ്ടത്? നമ്മൾ ക്രിസ്തുയേശുവിന്റെ ശിഷ്യരായി തീർന്നവരാണ് സുവിശേഷം അറിയിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി സുവിശേഷം അറിയിക്കപ്പെടുവാനായിട്ട് തയ്യാറാക്കപ്പെടുന്നത്? വേറെ ഒന്നിനാനുമല്ല, പരിശുദ്ധാത്മാ സ്നാനത്താൽ. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കാത്ത അനേകർ എന്ന് വെച്ചാൽ മറ്റ് ക്രൈസ്തവ സഭകള്, വേർപെട്ട സഭകളിൽ തന്നെ പരിശുദ്ധാത്മാ സ്നാനം ഏൽക്കാത്ത, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെയുള്ള പരിശുദ്ധാത്മ സ്നാനം ഏൽക്കാത്തവർ അനേകർ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഈ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നുണ്ട്, അനേകരെ ക്രിസ്തുവിലേക്ക് നേടുന്നുണ്ട്. അത് വളരെ നല്ലത് തന്നെ. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സ്വയം തയ്യാറായിട്ട്, സ്വയം ഏറ്റെടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ സാക്ഷീകരിക്കുക എന്നത് വലിയ മഹത്തായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ക്രിസ്തുവിനെ വിറ്റ്നസ് ചെയ്യുക, സാക്ഷീകരിക്കുക എന്നത് മാനുഷികമായ ബുദ്ധിയിൽ നടക്കുന്ന കാര്യമല്ല. പ്രത്യേകം ഓർക്കണം, ഞാൻ പറഞ്ഞല്ലോ, അനേകർ സുവിശേഷം അറിയിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവന ഭീഷണി വരുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്നുള്ളതാ ചോദ്യം. ദൈവകൃപയില്ലാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ട് നമ്മളിൽ ലഭിച്ച ദൈവികമായ സ്വർഗീയമായ ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കാതെ സ്വന്തം ജീവനെ അവഗണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന് സാക്ഷിയാകുവാനായിട്ട് അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. സ്തോത്രം. നമുക്കറിയാം, അനേകർ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷയിൽ നിന്ന്
പിൻവാങ്ങിപ്പോയത്, പലരും വീണുപോയതൊക്കെ നമുക്കറിയാം. കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വന്നപ്പോൾ അവർക്ക് മുൻപോട്ട് പോകുവാൻ ആവശ്യമായ ഈ പറയപ്പെടുന്നതായ ഉയരത്തിൽ നിന്നുള്ള ശക്തി ഇല്ലായിരുന്നു. അവർ മാനുഷിക ശക്തിയിലാണ് ഇതെല്ലാം ചെയ്തു വന്നത്. അങ്ങനെ മാനുഷിക ശക്തി ചോർന്നു പോകുന്നതാണ്, കുറഞ്ഞു പോകുന്നതാണ്, ഇല്ലാതെ പോകുന്നതാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും ഒരു ഫിയൽ വേണം, ഒരു പവർ വേണം മുൻപോട്ട് പോകുവാനായിട്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിനും മുൻപോട്ട് പോകുവാനായിട്ട് നമുക്കൊരു പവർ വേണം, നമുക്കൊരു ഫിയൽ വേണം. ആ ഫിയൽ എന്താണ്? രണ്ട് കാര്യങ്ങൾ. സ്വന്തമായി തീരുമാനമാകാം. എനിക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. എനിക്ക് വേറെ ആരെയും ശ്രദ്ധിക്കാതെ ഞാനങ്ങ് തീരുമാനിക്കുകയാണ്, ഇനി മുതൽ അങ്ങോട്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ഞാൻ ക്രിസ്തുവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നല്ലൊരു സുവിശേഷകനായി ഞാൻ ജീവിക്കും. എനിക്ക് സ്വയം തീരുമാനിക്കാം. അത് മനുഷ്യ ബുദ്ധിയിൽ ഉള്ള ഒരു ദൈവം കൊടുത്തിരിക്കുന്നതായ സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. മനസ്സിലായോ? ഫ്രീഡം ഓഫ് സെലക്ഷൻ. അത് ദൈവം മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്നതായ ഒരു വിശേഷ സ്വഭാവമാണ്. അങ്ങനെ ചെയ്യാം. അപ്പോൾ തന്നെ ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഹല്ലേലൂയ തിരഞ്ഞെടുക്കപ്പെട്ടവനായി, വേർതിരിക്കപ്പെട്ടവനായി, നിയോഗിക്കപ്പെട്ടവനായിട്ട് യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കാം. ഞാൻ പറഞ്ഞ രണ്ടാമത്തേതാണ് സ്വർഗം ഇച്ഛിക്കുന്നത്, സ്വർഗം ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യന്റെ ഇച്ഛയാണ്. അത് തീർച്ചയായിട്ടും സ്വർഗം അംഗീകരിക്കും. ആ വ്യക്തിയെ സ്വർഗം സഹായിക്കും. ആ വ്യക്തിക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും. എന്നാൽ സ്വർഗം നേരിട്ട് ഒരുവനെ വിളിച്ച് വേർതിരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന്, അതാ പറയുന്നത്, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നോക്കി, വിശുദ്ധ വചനം എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ പ്രവൃത്തിയല്ല, നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ വിശ്വാസമോ ദൈവത്തിന്റെ കൃപയാൽ. അപ്പോൾ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാലുള്ള വിശ്വാസമാണ്. യഥാർത്ഥ രക്ഷിക്കപ്പെടൽ എന്ന് പറയുന്നത് ദൈവ കൃപയാൽ നമ്മുടെ അകത്ത് രക്ഷയ്ക്ക് ആവശ്യമായ വിശ്വാസം ജനിക്കപ്പെട്ട് നമ്മൾ നമ്മുടെ പാപമനുഷ്യനെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷം കേട്ട് വിശ്വസിച്ച് രക്ഷയിലേക്ക് കടന്നു വരുന്നതാണ്. സ്തോത്രം. കാരണം മനുഷ്യ തീരുമാനം ഏത് നിമിഷവും മാറാം. എന്നാൽ ദൈവത്തിന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന്റെ ചിന്തകൾക്ക് ഒരു ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും മാത്രമാണ് എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എനിക്ക് ഇന്ന് ആകാവുന്ന ചിന്തിക്കാം, നാളെ വേണ്ടാന്ന് ചിന്തിക്കാം. പക്ഷെ ദൈവം അങ്ങനെ ചിന്തിക്കുന്നവനല്ല. അപ്പോൾ ഒരുവനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം നിയോഗിച്ചിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവ് വാനമേഘങ്ങളിൽ ഇറങ്ങി വരുന്നത് വരെ ആ വ്യക്തി ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ഈ ലോകത്ത് ജീവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുമെന്ന്. ഇനിയും ക്രിസ്തുവിന്റെ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്ന സാക്ഷ്യപ്പെടുത്തലാണോ? അതും ക്രിസ്തുവിന്റെ സാക്ഷിയാകുകയാണ് കേട്ടോ. ഇതെല്ലാം ഒരു കാര്യത്തിന്റെ വിവിധ വശങ്ങളാണ്. നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഒരിക്കലും അതിനെ കുറച്ച് കാണരുത്. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ സാക്ഷ്യം പ്രസ്താവിക്കുന്നതും നമ്മൾ സഭയിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ഒക്കെ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ അതുകൊണ്ട് ഒതുങ്ങരുത്. എന്താണ് സ്ലീഹന്മാരോട്, അപ്പോസ്തലന്മാരുടെ ശിഷ്യരോട് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തര സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ക്രൂശിക്കപ്പെട്ട് ഉയർത്തവനായ ക്രിസ്തുവിന്റെ സുവിശേഷം ഹല്ലേലൂയ ലോകത്തുള്ള സകല ജാതികളോടും പ്രസംഗിക്കണം. അതിനെയാണ് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്നത്. ടു വിറ്റ്നസ് ദ ക്രൈസ്റ്റ്. അപ്പോൾ അതിലെന്തുണ്ടാകും? നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട് അതേക്കുറിച്ച്. എന്താണ്? അവരുടെ ജീവിതം കൊണ്ടാണ് ഈ ലോകത്തിന് യേശു ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തത്. വ്യക്തമായിട്ട് യേശു ക്രിസ്തു എപ്രകാരമാണോ ലോകത്തിൽ ജീവിച്ചത്, എത്രമാത്രം കഷ്ടത നമുക്ക് വേണ്ടി അനുഭവിച്ചോ, എത്ര ദാരിദ്ര്യം അനുഭവിച്ചോ, ഏത് രീതിയിലാണ് കർത്താവ് ജീവിച്ചത്, എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെട്ടത്, എങ്ങനെയാണ് പാപികളോട് കർത്താവ് ഇടപെട്ടത്, എങ്ങനെയാണ് രോഗികളോടും ഭൂതഗ്രസ്തരോടും കർത്താവ് ഇടപെട്ടത്, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ അപ്പാടെ പകർത്തിയിട്ട് അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അത് ലോകത്തിന് മുമ്പാകെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ജീവിക്കുന്ന ക്രിസ്തുക്കളായിട്ട്
അവർ ഈ ലോകത്ത് ജീവിച്ചു. അങ്ങനെ അനേകരെ യേശു ക്രിസ്തുവിലേക്ക് അവർ ആദായപ്പെടുത്തി. ഇതിനെയാണ് ക്രിസ്തുവിനെ വിറ്റ്നസ് ചെയ്യുക, ക്രിസ്തുവിനെ സാക്ഷിയാവുക എന്ന് പറയുന്നത്. അത് നമ്മുടെ മാനുഷികമായ ബുദ്ധി കൊണ്ടോ മാനുഷികമായ ബലം കൊണ്ടോ മാനുഷികമായ തീരുമാനം കൊണ്ടോ പൂർണ്ണമായിട്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യുവാൻ പലരും ശ്രമിച്ച് പരാജയപ്പെട്ടു. ഇനിയും സുവിശേഷീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഞാൻ ഈ പറഞ്ഞതുപോലെ വിശുദ്ധ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താം, അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കാം. എന്നാൽ വേറൊരു സുവിശേഷം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞു തരികയാണ്. ഇന്റലക്ച്വൽ ഇവാഞ്ചലിസം എന്ന് പറയും. നിങ്ങളിത് ശ്രദ്ധിച്ച്, ഒരുപക്ഷെ നിങ്ങൾ ആദ്യം കേൾക്കുന്നതായിരിക്കും അത്. ഇന്റലക്ച്വൽ ഇവാഞ്ചലിസം, സ്പിരിച്വൽ ഇവാഞ്ചലിസം ഉണ്ട്, ഇന്റലക്ച്വൽ ഇവാഞ്ചലിസം ഉണ്ട്. ഇന്റലക്ച്വൽ ഇവാഞ്ചലിസം എന്ത് ചെയ്യുന്നു? ആർക്കും ഒരു ദോഷവും പറ്റാതെ ഒരു സുവിശേഷകൻ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നു, അവിടുത്തെ സിറ്റുവേഷനൊക്കെ നല്ലതുപോലെ പഠിക്കുന്നു, പഠിച്ചിട്ട് അവിടെ കുറെ പേരെ തന്റെ വാക് സാമർഥ്യം കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു, ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് ആ ദേശത്ത് ഉണ്ടാക്കുന്നു. അവിടുത്തെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് പോവർട്ടിയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് എന്ത് വേണം? അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് വസ്ത്രം വേണം, അവർക്ക് പള്ളിക്കൂടം വേണം പഠിക്കുവാനായിട്ട്. അപ്പോൾ അവരുടെ ബേസിക് നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ എന്തു സംഭവിക്കുന്നു? അവിടെ ഈ നീഡ്സ് ആവശ്യമുള്ള ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സംഘം മുൻപോട്ട് വയ്ക്കുന്നതായ ഓഫറുകൾ ആവശ്യമുള്ളതായ അനേക മനുഷ്യര്, കുടുംബങ്ങള് ഇവരുടെ അടുത്ത് ചേർന്ന് വരുന്നു. സാവധാനം അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ഒരു സ്കൂൾ അവിടെ സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആശുപത്രി, അവിടെ സമൂഹത്തിന് ആവശ്യമുള്ളതാണല്ലോ, ആശുപത്രി അവിടെ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ആ ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ആയിട്ട് അവിടെ കടന്നു വരും. അപ്പോൾ അവരോട് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ആർക്കും വിഷമം തട്ടാത്ത വിധത്തിൽ, ഒരു വിധത്തിലും ഇവർക്ക് ഒരു എതിർപ്പ് ഉണ്ടാകാത്ത വിധത്തിൽ, അതാ ഞാൻ പറഞ്ഞ ഇന്റലക്ച്വൽ ഇവാഞ്ചലിസം എന്ന്. അങ്ങനെ അവർ സുവിശേഷം പ്രസംഗിക്കുന്നു, ഘോഷിക്കുന്നു. ഈ കേൾക്കുന്നവര് എന്ത് ചെയ്യും? അവര് കൈപ്പറ്റിയതാണല്ലോ, ഇവരിൽ നിന്ന് നന്മകൾ കൈപ്പറ്റിയതാണല്ലോ. അപ്പോൾ ഇവരെ എതിർത്ത് പറയാനും പറ്റില്ല. അവൾ എന്ത് ചെയ്യും? അവർ ഈ ഉപദേശത്തിലേക്ക് പതിയെ വരും. സാവധാനം അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു, അവിടെ ആരാധന തുടങ്ങുന്നു, അവിടെ ഒരു പള്ളി സ്ഥാപിക്കുന്നു. ഇതാണ് ഇന്റലക്ച്വൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഈ ഇന്റലക്ച്വൽ ഇവാഞ്ചലിസം ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ചുരുക്കമാണ്. നമുക്ക് സ്കൂളുകളില്ല, നമുക്ക് ആശുപത്രികളില്ല, നമുക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളില്ല. ഓർത്തു നോക്കിയേ. അപ്പോൾ നമ്മൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ ചെയ്യുന്നത് സ്പിരിച്വൽ ഇവാഞ്ചലിസമാണ്. അതിലേക്ക് പിന്നീട് വരാം. എന്തുകൊണ്ടാണ് ഈ ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റിന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം നമ്മൾ ചെയ്യുന്നത് സ്പിരിച്വൽ അല്ലെ ക്രൈസ്റ്റ് സെന്റേർഡ് ഇവാഞ്ചലിസമാണ്. അല്ല ഇന്റലക്ച്വൽ ആയിട്ട് നമ്മെ തന്നെ സുരക്ഷിതരാക്കി ഒരിടത്ത് ചെയ്യുന്നിട്ട് ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി ഒരു മതം ഉണ്ടാക്കുന്ന, ഒരു റിലീജിയൻ ഉണ്ടാക്കുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഏകദേശം ഇന്റലക്ച്വൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. അതും ഒരു വിധത്തിലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെയും അവർ പരിചയപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഈ ചേർന്ന് വന്നവരിൽ നല്ലൊരു ശതമാനം പരിശുദ്ധാത്മാവരിൽ പ്രവർത്തിച്ച് അവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുവാൻ, അവരും ക്രിസ്തുവിനെ സാക്ഷികളാകുവാൻ ഇടയായി തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, എങ്ങനെയായാലും അവർ ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുവാൻ ഇടയായി തീർന്നത് ഇങ്ങനെയുള്ളവരെ കുറിച്ചും കൂടെയാണ്. കൂടുതലും നമ്മൾ പറയുന്ന എപ്പിസ്കോപ്പൽ സഭകളും അതുപോലെ തന്നെ വേർപെട്ട ബ്രദറൻ സഭ ഇവരൊക്കെ ചെയ്യുന്നത് ഇന്റലക്ച്വൽ ഇവാഞ്ചലിസമാണ്. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ലോകമെമ്പാടും അവർക്ക് സ്ഥാപനങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ മറ്റുള്ളവർ പറയും അവർ സമൂഹത്തിന് നന്മയാണല്ലോ ചെയ്യുന്നത്. വളരെ തീർച്ചയായിട്ടും അവർ സമൂഹത്തിന് നന്മയാണ് ചെയ്യുന്നത്, അവർ ചാരിറ്റി ആണല്ലോ ചെയ്യുന്നത്. അതും വളരെ ശരിയാണ്. എല്ലാം ക്രിസ്തുവിന്റെ പേരിലാണ്. അതുകൊണ്ട് അത് നന്മയായിട്ട് ലോകം കാണുന്നു. ആ കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മളാവുന്ന വിധത്തിൽ അവരെയും സഹായിക്കാൻ, നമ്മളുടെ ധനം ഉപയോഗിച്ച്, നമ്മളുടെ സമയം ഉപയോഗിച്ച് അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കും. സ്തോത്രം. പക്ഷേ ഇവിടെ പറയുന്നതല്ല, കർത്താവ് ഇവിടെ പറയുന്നത് ഉയരത്തിൽ നിന്ന് ശക്തി ധരിച്ചിട്ട്. ഞാൻ അവിടെ ഒരു കാര്യം പറയട്ടെ. മുൻപേയും ഇവരെ 12 പേരായിട്ട് 70 പേരായിട്ട് 2 പേരായിട്ട് സുവിശേഷം അറിയിക്കുവാൻ അയച്ചതാണ്. അന്ന് കർത്താവ് ഭൂമിയിലുണ്ട്. അവർക്കന്ന് പരിശുദ്ധാത്മാവിൽ സ്നാനമോ ഈ ഉയരത്തിലുള്ള ശക്തിയോ ലഭിച്ചിട്ടില്ല. ഓർത്തണം. അപ്പോൾ അങ്ങനെയും അവർ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഇവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം
സ്തോത്രം. തനിക്ക് പകരമായിട്ട് ഇവരോടുകൂടെ ആയിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്ന് ഇവർ ശക്തി പ്രാപിച്ചവർ ബലം ധരിച്ചിട്ട് ആ ബലത്തോടെ ലോകത്തിന്റെ അറുതിയോളം യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ് നമ്മൾ ആദ്യ നൂറ്റാണ്ടിൽ കാണുന്നത്. അപ്പോസ്തലന്മാരെല്ലാം അതികഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി. എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പോലും കൊല്ലപ്പെടുവാൻ വേണ്ടിയാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, തിളച്ച എണ്ണയിൽ ഇട്ടു, അല്ലെങ്കിൽ ദ്വീപിലേക്ക് നാട് കടത്തി, അവിടെയും കൊല്ലുവാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം കടന്നുപോയത് ആ ക്രിസ്തുവിന് രക്തസാക്ഷീകരണത്തിലൂടെയാണ് അവർ കടന്നുപോയത്. എല്ലാവരും, എല്ലാ ശിഷ്യന്മാരും, എല്ലാ അപ്പോസ്തലന്മാരും. എങ്ങനെ അവർക്ക് അത് സാധിച്ചു? കാരണം പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്കറിയാലോ, കഴുത്ത് ഛേദിക്കപ്പെട്ടവനായിട്ട്. അപ്പോൾ എങ്ങനെ അത് സാധിച്ചു? അവരുടെ മേൽ പകരപ്പെട്ടതായ സ്വർഗീയ ദൈവിക പരിശുദ്ധാത്മ ശക്തി അതവരെ പ്രാപ്തരാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുമ്പോൾ ഒരു വേള നമ്മൾ ചിന്തിക്കണം, എന്റെ ബലത്താല്, എന്റെ ഇച്ഛയാല്, എന്റെ ബുദ്ധിയാല് എനിക്ക് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണോ, അതല്ല സ്വർഗത്തിൽ നിന്നുള്ള ശക്തിയാലെ, ബലത്താലെ, ലീഡർഷിപ്പിനാലെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണോ എനിക്ക് ഏറ്റവും ഉചിതം എന്ന് പ്രിയമുള്ളവർ തീരുമാനിക്കണം. തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ തീരുമാനമായിരിക്കും ഏറ്റവും ഉചിതം. കാരണം അത് ദൈവത്താൽ ഉള്ളതാ, മനുഷ്യനാൽ ഉള്ളത് അല്ല. മുമ്പോട്ട് പോവാം. നാലാമത്തെ ഒരു പോയിന്റ് എനിക്ക് ലഭിച്ചത്, in order to strengthen the inner man, Ephesians chapter 3 verse 16 ഇങ്ങനെ പറയുന്നത്, that according to the riches of his glory he may grant you to be strengthened with power through his spirit in your inner being. ആ inner being എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനെ, the inner man-യാണ്, the man who is inside within us. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഹല്ലേലൂയ. പുറത്തെ മനുഷ്യനല്ല, നമ്മൾ കാണുന്ന ശരീരമല്ല. നമ്മൾ വലിയ 6 അടി നീളവും 100 കിലോ ഭാരവും നല്ല മസിലും 6 പാക്ക് ഒക്കെ വെച്ചുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സുവിശേഷം അറിയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയേ അല്ല. അകത്തെ മനുഷ്യന്റെ ബലത്തിലാണ് സുവിശേഷീകരണം നടക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ജീവനെ പോലും വകവയ്ക്കാതെ. കാരണം അകത്തെ മനുഷ്യനിൽ ബലമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവനെ പോലും വില വയ്ക്കാതെ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുവാൻ സാധിക്കൂ. സ്തോത്രം. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇവിടെ പറയുന്നു, പവർ വിത്ത് പവർ ത്രൂ ഹിസ് സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലൂടെയുള്ള ശാക്തീകരണം, ബലപ്പെടുത്തലാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയിട്ട് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി പോർപ്പൊരുതുവാനും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാനും, ഹല്ലേലൂയ, ആത്മീയ യുദ്ധത്തിൽ ഇടപെടുവാനും ഏർപ്പെടുവാനും നമുക്ക് സാധിക്കുന്നത്. അതിന് പരിശുദ്ധാത്മാവിൽ സ്നാനം വളരെ ആവശ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു പോയിന്റ് എൻ്റെ ഉള്ളിൽ വന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സയൻസ് ഓഫ് ദ ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നതിനുള്ള അടയാളങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. അതുമായിട്ട് ഏകദേശം ബന്ധപ്പെട്ടതാണ് ടു റിസീവ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് സച്ച് ആസ് സ്പീക്കിംഗ് ഇൻ ടങ്സ്, പ്രോഫസി, ടു സീ സ്പിരിച്വൽ വിഷൻസ് ആൻഡ് ഡ്രീംസ്, ടു ബി എക്വിപ്ഡ് ടു പെർഫോം സയൻസ്. അവിടെ സിൻസ് ആയിരിക്കുന്നത് സയൻസ് ആണ് കേട്ടോ, SIGN, സയൻസ് ആൻഡ് മിറക്കിൾസ് ഓർ സയൻസ് ആൻഡ് വണ്ടേഴ്സ്. നമ്മളത് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യ ദിവസം വായിച്ച യോവേൽ പ്രവചനം, and it shall come to pass afterward that I will pour out my spirit on all flesh, your sons and your daughters shall prophesy, your old men shall dream dreams, and your young men shall see visions. വളരെ വ്യക്തമാണല്ലോ അവിടെ. അത് മാത്രമല്ല, ഞാൻ മറ്റ് ഭാഗങ്ങളൊന്നും ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുള്ള സമയം കുറയ്ക്കുവാൻ വേണ്ടി പഴയ നിയമത്തിലേക്ക് പോയാൽ നമുക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ആദ്യം നടന്നത് പ്രോഫസിയാണ്. അവർ പ്രവചിച്ചു. 72 പേർ പ്രവചിച്ചു. പിന്നീട് നടക്കുന്നത് നമുക്ക് ശിംശോനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അമാനുഷിക കഴിവുകൾ, അത്ഭുതങ്ങൾ, മിറക്കിൾസ് ഒക്കെ ചെയ്യുവാൻ, അമാനുഷിക ശക്തിയിൽ പ്രവർത്തിക്കുവാൻ ഒക്കെ അവർക്ക് സാധിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശമരിയയിൽ നടന്ന കാര്യം ഞാൻ പറഞ്ഞു. അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ വ്യക്തമായി കാണത്തക്ക വിധത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിച്ചു. ഫിലിപ്പോസ് അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആ ശമരിയ പട്ടണം മുഴുവൻ അത് കേൾക്കുവാനും അവർ മാനസാന്തരപ്പെടുവാനും ഇടയായത് ഫിലിപ്പോസിലൂടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. അനേക ഭൂതങ്ങൾ വിട്ടുപോയി, അനേകർ
രോഗക്കിടക്കോട്ട് എഴുന്നേറ്റു, അനേകർ സൗഖ്യമായി. അപ്പോൾ ഈ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഓർ മിറക്കിൾസ് ഓർ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ ഈ സുവിശേഷത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇന്റലക്ച്വൽ ഇവാഞ്ചലിസത്തിന് യാതൊരു സ്ഥാനവുമില്ല. നമ്മൾ സ്പിരിച്വൽ ഇവാഞ്ചലിസത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് പറയുന്നത്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവർ വചനത്തെ ഉറപ്പിച്ചത് എസ്റ്റാബ്ലിഷ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ ഉയരത്തിൽ നിന്നുള്ള ശാക്തീകരണം, എംപവർമെന്റ് വളരെ ആവശ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടിരിക്കണം. സ്തോത്രം. അടുത്ത ഒരു പോയിന്റ് ആണ് എസ്റ്റാബ്ലിഷിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ബൈ സയൻസ്. അവിടെയും സിൻസ് ആയിട്ടിരിക്കുന്നത് സയൻസ് ആൻഡ് വണ്ടേഴ്സ്. റോമൻസ് ചാപ്റ്റർ 15 verse 18, for I will not venture to speak of anything except what Christ has accomplished through me to bring the Gentiles to obedience by word and deed. Okay, deed എന്നൊരു വാക്ക് അവിടെ കണ്ടല്ലോ, പ്രവൃത്തി. By the power of signs and wonders, by the power of the Spirit of God. പരിശുദ്ധാത്മ ശക്തിയാലുള്ള അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും എനിക്ക് അവരോട്, ആരോടാണ്? ജാതികളോട്. കാരണം പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അതിലൂടെ പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ അപ്പോസ്തലനായിട്ട് കർത്താവിന്റെ വിളി അനുസരിച്ച് വേർതിരിയുകയാണ്. യഹൂദന്മാരിൽ നിന്ന് വേർതിരിഞ്ഞ് ലോകമെമ്പാടുമുള്ള ജാതികളിലേക്ക് തിരിയുകയാണ്. അപ്പോൾ അവിടെ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നടക്കുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവർ ചേർന്ന് വരുവാൻ ഇടയാകും. അവരുടെ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച്, അവരുടെ ക്ഷേത്രങ്ങളെ ഉപേക്ഷിച്ച്, അവരുടെ ആചാരങ്ങളെ ഉപേക്ഷിച്ച്, അവരുടെ പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച്, ഹല്ലേലൂയ, ജീവിച്ചിരിക്കുന്ന ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യുവാൻ, സ്വീകരിക്കുവാനായിട്ട്, തുടർന്ന് ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ജാതികൾ കടന്നു വന്നു. അതേക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ എന്നിൽ പകരപ്പെട്ട ആ ശക്തിയാൽ ഞാൻ ജാതികളോട് സുവിശേഷം അറിയിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതിനാൽ അവരെല്ലാം അതനുസരിച്ച് ചേർന്ന് വരുവാൻ ഇടയായി. അങ്ങനെ ദൈവ വചനം ഉറപ്പിക്കപ്പെട്ടു. അത് തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20 ആണെന്ന് എനിക്ക് തോന്നുന്നു, 20-ാം വാക്യം പറയുന്നത്. ഏറ്റവും അവസാനത്തെ വാക്യം, കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവർ ദൈവവചനത്തെ ഉറപ്പിച്ചു പോന്നു. വ്യക്തമായിട്ട്. സ്തോത്രം. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കേണ്ടതിന്റെ ആവശ്യം? നമ്മളിപ്പോൾ കേട്ടല്ലോ, വിവിധങ്ങളായ പോയിന്റുകൾ കേട്ടല്ലോ. സ്തോത്രം. അത് പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാണ്, പുത്രൻ നമ്മൾക്ക് നൽകുന്നതാണ്, പരിശുദ്ധാത്മാ നമ്മുടെ മേൽ വരുന്നതാണ്, നമ്മുടെ മേൽ ആവസിക്കുന്നതാണ്. സ്തോത്രം. നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയിട്ട് ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ സ്വന്തം ജീവൻ പോലും അതിന് വില കൽപ്പിക്കാതെ, നമ്മുടെ സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിതാന്ത്യത്തോളം നിൽക്കുവാൻ, സ്വന്തം ജീവനെ പകച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അനേകരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും സ്വർഗത്തിനു വേണ്ടി ലാഭമാക്കുവാൻ, സ്വർഗത്തിനു വേണ്ടി നേടുവാൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തെ ഈ ലോകത്തോട് പ്രഘോഷിക്കുവാൻ, മാനസാന്തരം പ്രസംഗിക്കുവാൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, മാനസാന്തരം പ്രസംഗിക്കുവാൻ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും വെറുത്തിരുന്ന ഒരു വാക്കാണ് മാനസാന്തരം. കാരണം എനിക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, നീതിമാനാകുന്നു. ഞാൻ പാപിയല്ല. അപ്പോൾ പാപിയല്ലാത്ത എന്റെ അടുത്ത് മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ ആ വ്യക്തിയെ ഞാൻ അടിക്കുവാൻ ഓടിക്കുമായിരുന്നു. അപ്പോൾ അത്ര ശക്തമാണ് മാനസാന്തരപ്പെടുക എന്നുള്ള ആഹ്വാനം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് പുല്ലാട്ട് ക്ലിനിക് ഉണ്ടായിരുന്നു. അവിടെ വരുന്നവരോട് ഞാൻ മാനസാന്തരപ്പെടണം എന്ന് പറയുമായിരുന്നു, സുവിശേഷം അറിയിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു അച്ചായനും അമ്മാമ്മയും പ്രായമുള്ള എൻ്റെ ക്ലയൻസ് ആയിരുന്നു. അവര് വന്നു, കുറെ നാൾക്ക് ശേഷം വന്നതാണ്. ഞാൻ അവരോട്, അവര് എപ്പിസ്കോപ്പൽ പാരമ്പര്യത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ അവരോട് സുവിശേഷം അറിയിച്ചിട്ട് അച്ചായൻ മാനസാന്തരപ്പെടണം എന്ന് പറയുകയും ആ അച്ചായൻ ചാടി എഴുന്നേറ്റ് കൊല്ലുവാൻ ശ്രമിച്ചു. സ്തോത്രം. ആ അമ്മാമ്മ ഇടയ്ക്ക് വീണതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവകൃപയാൽ സ്തോത്രം ജീവനോടെ ഇരിക്കുന്നു. ഓർത്ത് നോക്കിയേ, ആ പദത്തിന് എത്ര ശക്തിയാണ്. അതിപ്പോൾ
മാനസാന്തരപ്പെടണം എന്നൊരു വ്യക്തിയുടെ ആഹ്വാനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഉയരത്തിനുള്ള ശക്തിയാൽ നിങ്ങൾ നിറയപ്പെട്ടെങ്കിലേ സാധിക്കൂ. മാനസാന്തര ആഹ്വാനമില്ലാത്ത സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷം അല്ലേ അല്ല. ഇത് പ്രിയമുള്ളവർ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കാൻ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 4 ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഇനിയും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്ത സെഷൻ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള ഡിസ്കഷൻ ആയിരിക്കും. നമ്മുടെ അടുത്ത സെഷൻ ഇതിൽ ചെയ്യുന്ന ഡിസ്കഷൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് എന്നോട് സംസാരിക്കാം, ഞാൻ മൈക്ക് ഓൺ ചെയ്ത് നിങ്ങളോട് സംസാരിക്കും. ഇതൊരു ഡിസ്കഷൻ ആയിരിക്കും നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത്. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, മഹാപരിശുദ്ധനായ ദൈവമേ, നിത്യനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ വചനവുമായിട്ടായിരിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയവുമായിട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ എന്ന കൃപയ്ക്ക് ആസ്വദിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ സമൂഹ മാധ്യമത്തിലൂടെ ഇത് ശ്രദ്ധിക്കുവാനുള്ള അനേകരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തുതിക്കുന്ന യേശുവിന്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ. പുതുപുത്ര പരിശുദ്ധാത്മാ സത്യ ഏക ദൈവത്തിന്റെ കൃപയും കരുണയും ആവസിപ്പും അനുഗ്രഹവും നാം ഓരോരുത്തരുടെയും നാം കേൾക്കുന്ന വിഷയങ്ങളോടെയും ഇന്ന് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.